താഴ്വര ഭാഗം 26. പ്രഭാതത്തിലെ ആദ്യ മണി മുഴങ്ങും മുമ്പ് തന്നെ രേഖ ഉണർന്നു. ആകാശത്ത് നേരെ വെളിച്ചം വരുന്നതിന് മുൻപ് തന്നെ ഉണരുന്നത് അവളുടെ ശീലമായിരുന്നു. ജെയിൻവറിന്റെ ആശ്രമത്തിൽ മരുന്ന് തയ്യാറാക്കുന്ന ഇടം രാത്രിയിൽ പലപ്പോഴും നിലാവ് സംഘങ്ങളുടെ ബഹളവും തീയുടെ അകന്ന ശബ്ദവും കാരണം അശാന്തമായിരുന്നു. ആശ്രമത്തിലെ മറ്റുള്ളവരെ പോലെ അവൾ അവയെ അവളുടെ താളത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ പഠിച്ചിരുന്നു. അവൾ വേഗത്തിൽ കുളിച്ചു, മുടി പിന്നിക്കെട്ടി, അവളുടെ ജോലിക്കുള്ള ലളിതമായ വസ്ത്രം ധരിച്ചു. മറ്റെല്ലാ ശിഷ്യന്മാരുടെയും പോലെ മങ്ങിയ നിറത്തിലുള്ള ഒന്ന്. അവൾ അതരയിൽ മുറുകെ കെട്ടി, മടക്കുകൾ ഒരു തവണ മിനുസപ്പെടുത്തി, എന്നിട്ട് തണുത്ത ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഔഷധം തയ്യാറാക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും നിലാവ് സംഘം അവരുടെ പണി കഴിഞ്ഞു പോയിരുന്നു. മേശകൾ പാതി കഴുകിയ ഇലകളും ഒരേപോലെ മുറിക്കാത്ത വേരുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾക്ക് ആ സ്ഥലം തയ്യാറാക്കി വെക്കാൻ ഇഷ്ടമായിരുന്നു. അതവളുടെ ശീലമായിരുന്നു, അവളുടെ അച്ചടക്കമായിരുന്നു. ആരും അവളോട് ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അതവളുടെ നിശബ്ദമായ കടമയാണെന്ന് അവൾ വിശ്വസിച്ചു. അവിടുത്തെ വായുവിന് ഇതിനകം ഒരു നനഞ്ഞ ഭാരമുണ്ടായിരുന്നു. തലയ്ക്ക് മുകളിലുള്ള കഴിക്കോലുകളിൽ നിന്ന് ഔഷധങ്ങളുടെ കെട്ടുകൾ തൂങ്ങിക്കിടന്നിരുന്നു. ചിലത് ഉണങ്ങിയതും ചിലത് ഇപ്പോഴും നീരുള്ള പച്ചയും. ഉരലുകളും ഉലക്കകളും ചിതറിക്കിടന്നിരുന്നു. ഭരണികൾ പരസ്പരം ചാരിയിരിക്കുന്നു. ഒരു തടിയലമാരയിൽ ഒരു നിര കത്തികൾ നേർത്തതായി തിളങ്ങി. രേഖയുടെ കണ്ണുകൾ വേഗത്തിൽ മുറിയിൽ പരതി. ക്രമമില്ലാത്തത് ഏതാണെന്ന് ഒപ്പിയെടുത്തു. ഒരു ഭരണിയിലെ പൊടിച്ച മരത്തൊലിയുടെ അടപ്പ് പാതി അടച്ച നിലയിൽ. ഒരു ഉലക്കയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കറയുടെ അവശിഷ്ടങ്ങൾ. അവൾ പതിയെ ഒരു ശബ്ദമുണ്ടാക്കി അവയെ ശരിയാക്കാൻ നീങ്ങി. അവൾ തിടുക്കമില്ലാതെ ജോലി ചെയ്തു. അടപ്പടച്ചു, ഉലക്ക കഴുകി നിവർത്തിവച്ചു. ഒറ്റപ്പെട്ട് കിടന്ന ഒരു കത്തി അതിന്റെ സഹോദരങ്ങൾക്കൊപ്പം ക്രമീകരിച്ചു. ഇവ ചെറിയ കാര്യങ്ങളായിരുന്നു, പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അവ ചേരുവകളെപ്പോലെ പ്രധാനമായിരുന്നു. ആ സ്ഥലം അശ്രദ്ധമാണെങ്കിൽ ആ അശ്രദ്ധ മരുന്നിനൊപ്പം രോഗിയുടെ ശരീരത്തിലേക്ക് പോകും. അവൾ പാതി അണഞ്ഞ കല്ലടുപ്പുകൾ ഊതിക്കത്തിച്ച് അതിനു മുകളിൽ വലിയ പാത്രങ്ങൾ വച്ചു. ആദ്യത്തെ പാത്രത്തിലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ഉണങ്ങിയ വള്ളികൾ, കൈപ്പേറിയ വിത്തുകൾ, പുതുതായി ചതയ്ക്കേണ്ട ഇലകൾ എന്നിവ ഒരു പരന്ന പാത്രത്തിൽ വച്ചിരുന്നു. ഉയരുന്ന ആവി ഉണങ്ങിയ വേരുകളുടെ മണം വഹിച്ചുകൊണ്ട് അവളുടെ മുഖത്തിന് ചുറ്റും ചുരുണ്ടുകൂടി. അതവളുടെ ദിവസേനയുള്ള ശ്വാസം പോലെയെന്ന മട്ടിൽ അവൾ പതിയെ ശ്വസിച്ചു. നേരം പുലർന്നപ്പോഴേക്കും യുവശിഷ്യന്മാർ ഓരോരുത്തരായി വരാൻ തുടങ്ങി. ചിലർ കാലുകൾ വലിച്ചിഴച്ചു. മുടി ഇപ്പോഴും ഉറക്കത്തിൽ ചിതറിക്കിടന്നിരുന്നു. വസ്ത്രങ്ങൾ ശരിയായി കെട്ടിയിരുന്നില്ല. മറ്റുള്ളവർ കൂടുതൽ വേഗത്തിൽ വന്നു, പക്ഷെ അവരുടെ കണ്ണുകളിലും യുവത്വത്തിന്റെ മടിയുണ്ടായിരുന്നു. രേഖ അവരെ ഉടൻ ശകാരിച്ചില്ല. പകരം അവർ എങ്ങനെ തുടങ്ങുന്നുവെന്നവൾ നോക്കി. ഒരശ്രദ്ധമായ കൈ ആ ദിവസത്തെ ജോലി നശിപ്പിക്കും. ഒരു പെൺകുട്ടി കഴുകാതെ ഇലകൾക്കായി കൈ നീട്ടിയപ്പോൾ അവൾ പതിയെ പറഞ്ഞു. കൈകൾ ആ പെൺകുട്ടി നിന്നുപോയി. എന്നിട്ട് അടുത്തുള്ള പാത്രത്തിൽ പോയി കഴുകാൻ തിടുക്കം കാണിച്ചു. മറ്റൊരു ശിഷ്യൻ വേരുകൾ കൊണ്ടുവന്നു, പക്ഷെ അവ നനഞ്ഞ ചുമരിനടുത്തു വച്ചു. രേഖ ഒരു വിരൽ ചൂണ്ടി. അവൻ വേഗം തന്നെ അവ ചുമന്നു മാറ്റി. അവളുടെ ശബ്ദം അപൂർവമായി മാത്രമേ ഉയർന്നുള്ളൂ. ജെയിൻവർ ഒരിക്കൽ അവളോട് പറഞ്ഞിരുന്നു, നിന്റെ സാന്നിധ്യം സ്ഥിരതയുള്ളതാണെങ്കിൽ നിനക്ക് മൂർച്ചയുള്ള വാക്കുകൾ ആവശ്യമില്ല. അവൾ അതുപോലെ സ്വയം രൂപപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ശിഷ്യന്മാർ അനുസരിച്ചത് അവൾ വഴക്കു പറഞ്ഞതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അവളുടെ കണ്ണുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ പ്രദേശം ശബ്ദങ്ങളാൽ സജീവമായിരുന്നു. ഉരലുകൾ ഇടിക്കുന്ന ശബ്ദം, കത്തികൾ മുറിക്കുന്ന ശബ്ദം, ഇലകൾ അടുക്കുന്നതിന്റെ നേർത്ത ശബ്ദം. മുതിർന്ന ശിഷ്യന്മാർ യുവശിഷ്യന്മാരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ച് അവർക്കിടയിൽ ചുറ്റിത്തിരിഞ്ഞു. പുതുതായി ചേരുന്ന ശിഷ്യന്മാർക്ക് ഔഷധങ്ങളുടെ പേരും അവ കൃത്യമായി പൊടിക്കുന്നതും ചേരുവകൾ ക്രമമായി ചേർക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു രേഖയ്ക്ക്. അവൾ മീവൽ വള്ളിച്ചെടികൾ വളരെ പരുക്കനായി അരയ്ക്കുന്ന ഒരു ശിഷ്യനെ തിരുത്തി. അവനിൽ നിന്ന് കല്ല് വാങ്ങി ഒരു സ്ഥിരമായ താളത്തിൽ ഉരലിലിടിച്ചു. അതിനെ കുഴമ്പാക്കാതെ എങ്ങനെ നാരുകൾ പുറത്തെടുക്കണമെന്ന് അവന് കാണിച്ചു കൊടുത്തു. പിന്നെ അരകൽ അവന് തിരികെ നൽകി. അവൻ തലയാട്ടി. അവന്റെ ചുമലുകൾ പുതിയ പരിശ്രമത്തോടെ ചലിച്ചു. മറ്റൊരു മേശയിൽ ഒരു പെൺകുട്ടി ഉണങ്ങിയ വേരുകൾ വളരെ അലക്ഷ്യമായി അളന്നു. രേഖ അവളുടെ കയ്യിൽ തൊട്ടു തുലാസുറപ്പിച്ചു. എന്നിട്ട് വിശദീകരിച്ചു. കൂടുതലായാൽ രക്തം ചൂടാകും, കുറച്ചാണെങ്കിൽ രോഗത്തെ കളിയാക്കുകയുള്ളൂ. പെൺകുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ വേഗത്തിൽ അളവ് ക്രമീകരിച്ചു. ജെയിൻവറിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു രേഖ. അവളുടെ കടമ
കൂടുതൽ ശാന്തമായിരുന്നു. അറിവിനും പ്രയോഗത്തിനുമിടയിലുള്ള പാലം കാത്തു സൂക്ഷിക്കുക. തെറ്റായി ചതച്ച ഓരോ ഔഷധവും, തെറ്റായി അളന്ന ഓരോ അളവും ആഴ്ചകളുടെ ചികിത്സയെ ഇല്ലാതാക്കിയേക്കാം. അവൾ ആ ഉത്തരവാദിത്തം ഒരു മേലങ്കി പോലെ വഹിച്ചു. ഈ യുവശിഷ്യരുമായുള്ള അവളുടെ ചെറിയ പോരാട്ടങ്ങൾ ജയൻവർ കാണുന്നുണ്ടോ എന്നവൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു. അവൻ അപൂർവമായി മാത്രം അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഈ സ്ഥലം അവളുടെ മേൽനോട്ടത്തിൽ വിട്ടത് അവന്റെ വിശ്വാസമായിരുന്നു. അവൾ അരച്ചെടുത്ത ഔഷധങ്ങളുടെ പാത്രങ്ങൾ സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ മുറ്റത്തേക്ക് കൊണ്ടുപോകാൻ അവളുടെ നേതൃത്വത്തിലുള്ള സംഘത്തോട് നിർദ്ദേശിച്ചു. വായു ചൂടാവുകയായിരുന്നു. ഉണങ്ങിയ ഇലകളുടെ നേർത്ത ഗന്ധം ഇടനാഴിയിലേക്ക് ചുരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. മിക്ക ശിഷ്യന്മാരും പതിയെ പരസ്പരം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. പക്ഷേ രേഖ അകത്തൊരു ശിഷ്യനൊപ്പം നിന്നു. അവനൊരു കുഴമ്പ് തയ്യാറാക്കി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എപ്പോഴും തിടുക്കത്തിൽ ജോലി ചെയ്തു. അവന്റെ കൈകൾ അവന്റെ കണ്ണുകളേക്കാൾ വേഗത്തിൽ ചലിക്കുന്നുണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ അവനെ അടുത്തേക്ക് വിളിച്ചു. എന്നെ കാണിക്കൂ. അവൻ അഭിമാനത്തോടെ പാത്രം അവളുടെ മുന്നിൽ വച്ചു. കുഴമ്പ് മിനുസമുള്ളതായി കാണപ്പെട്ടു, ഏതാണ്ട് വളരെ വൃത്തിയുള്ളതായി. അവൾ 2 വിരലുകൾ അതിൽ മുക്കി അവളുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ഉരസി. എന്നിട്ട് അത് അവളുടെ മൂക്കിനടുത്തേക്ക് ഉയർത്തി. ഗന്ധം നേർത്തതായിരുന്നു. അവൾ പ്രതീക്ഷിച്ച മൂർച്ചയുള്ള കയ്പ് അതിനുണ്ടായിരുന്നില്ല. അവൾ ചെറുതായി നെറ്റി ചുളിച്ചു. നിനക്കെന്തു തോന്നുന്നു? അവൾ പാത്രം അവന്റെ നേർക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ മടിച്ചു. എന്നിട്ട് കുഴമ്പിൽ തൊട്ടു. ഇത് നല്ലതായി തോന്നുന്നു. രേഖ തലയാട്ടി. നീ കൈപ്പേറിയ തണ്ട് മറന്നു. ഈ കുഴമ്പ് കുറച്ചു കാലത്തേക്ക് ആശ്വാസം നൽകും. രോഗി ചിലപ്പോൾ നന്ദി പറഞ്ഞേക്കാം, പക്ഷെ രോഗം അവിടെ തന്നെ നിൽക്കും, ആഴത്തിൽ കാത്തിരിക്കും. ആശ്വാസം എന്നത് രോഗശാന്തിക്ക് തുല്യമല്ല. നിനക്ക് മനസ്സിലായോ? അവന്റെ മുഖം വാടി. അവൻ തല കുനിച്ചു. അവന്റെ കണ്ണുകളിൽ നിരാശ മിന്നിമറഞ്ഞു. രേഖയുടെ ശബ്ദം മൃദുവായി. ഔഷധങ്ങൾ അളക്കുമ്പോൾ തിടുക്കം കൂട്ടരുത്. 2 തവണ നോക്കുക. ഓരോ വേരിനും ഒരു ശബ്ദമുണ്ട്. പക്ഷെ നീ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് സംസാരിക്കുകയുള്ളൂ. നിന്റെ കൈകൾ സാവധാനത്തിലാക്കുക, അല്ലെങ്കിൽ നിനക്കത് കേൾക്കാൻ കഴിയില്ല. അവൾ സംസാരിക്കുമ്പോൾ ഇടനാഴിയിലൂടെ സുധാർവിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ അരികിൽ രേഖ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ നടന്നു. ആ അപരിചിതന്റെ വസ്ത്രം ലളിതമായിരുന്നു. അത് യാത്രയുടെ അടയാളങ്ങൾ കാണിച്ചിരുന്നു. അവനൊരുതരം അനിശ്ചിതമായ സാവധാനത്തിലാണ് ചലിച്ചത്. ആ സ്ഥലം അവന് പരിചിതവും അതേസമയം അപരിചിതവുമാണെന്ന മട്ടിൽ സുധാർവിക് അവനെ അവിടെയെല്ലാം കാണിച്ചു കൊടുക്കുകയായിരുന്നു. നേരിയ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ട്. രേഖയുടെ കണ്ണുകൾ അവനിൽ തന്നെ തറച്ചു. അവൻ ആ സ്ഥലം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവനൊരു രോഗിയുടെ ബന്ധുവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു അലഞ്ഞുതിരിയുന്ന സന്യാസിയെപ്പോലെയോ വസ്ത്രം ധരിച്ചിരുന്നില്ല. അവിടെയുണ്ടായിരുന്ന മറ്റാരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. സുധാർവിക് എന്തിനാണ് ഇവിടെയെല്ലാം അയാൾക്ക് പരിചയപ്പെടുത്തുന്നത്? രേഖയ്ക്കത് മനസ്സിലായില്ല. അല്പനേരത്തിന് ശേഷം അയാളെ തനിച്ചാക്കി സുധാർവിക് അവിടെ നിന്നും പോയി. അയാൾ കുറച്ചുനേരം കൂടി അവിടെ നിരീക്ഷിച്ച ശേഷം ഇടനാഴിയിലേക്ക് തിരിച്ചുപോയി. രേഖ വീണ്ടും അവളുടെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം അവൾ ഒരു എണ്ണ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അരച്ചെടുത്ത ഇലകളും ശിഷ്യന്മാർ അളന്നുവെച്ച ചേരുവകളും അവൾ വീണ്ടും പരിശോധിച്ചു. കടലാസ ചുരുളുകൾ നിവർത്തി ഓരോ ചേരുവകളും ഒത്തുനോക്കി ഉറപ്പുവരുത്തി. അടുപ്പിൽ വലിയ പാത്രം വച്ചു. എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ അതിലേക്ക് ചേരുവകൾ ചേർക്കുന്നത് കൃത്യമായി നിരീക്ഷിച്ചു. അവൾ തിരിഞ്ഞപ്പോൾ പുറത്തിലകൾ ചതയ്ക്കുന്ന മറ്റൊരു സംഘത്തിനിടയിൽ രാവിലെ കണ്ട അപരിചിതനിരിക്കുന്നു. അവൻ ചുറ്റുമുള്ളവരോടൊപ്പം ഔഷധങ്ങൾ അരയ്ക്കാൻ ശ്രമിക്കുന്നു. രേഖയുടെ ചുവടുകൾ ഇടറി. ഒരു പുതിയ ശിഷ്യൻ വരുന്ന കാര്യം ഗുരു പറഞ്ഞിരുന്നില്ല. പുതുതായി വരുന്ന ആളെ പരിശീലിപ്പിക്കുന്ന ചുമതല അവൾക്കായിരുന്നു. അവളുടെ ഹൃദയം അസ്വസ്ഥമായി. അവൾ അവളുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് തിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ കണ്ണുകൾ വീണ്ടും അവനിലേക്ക് മടങ്ങി. അന്നു മുഴുവൻ അവൾ ആ അസ്വസ്ഥത നെഞ്ചിൽ ചുമന്നു. അവൾ അളവുകൾ തിരുത്തുമ്പോഴും ഉണങ്ങുന്ന ഇലകൾ പരിശോധിക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റു ശിഷ്യന്മാർക്കൊപ്പം നിശബ്ദമായി ഇരിക്കുന്ന അപരിചിതനിലേക്ക് മടങ്ങി. എന്തുകൊണ്ടാണ് ഗുരു പുതിയ ശിഷ്യനെക്കുറിച്ച് സംസാരിക്കാത്തത്? വൈകുന്നേരമായപ്പോഴേക്കും വായു തണുത്തു. നിഴലുകൾ മുറ്റങ്ങളിൽ നീണ്ടു. അവൾ ഉണങ്ങിയ വിത്തുകളുടെ ഭരണിക്കടുത്ത് നിൽക്കുമ്പോൾ സ്ഥിരതയുള്ള കാൽപെരുമാറ്റങ്ങളോടെ ജയൻവർ അവിടേക്ക് വന്നു. അവൻ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചുകൊണ്ട് അവർക്കിടയിലൂടെ നടന്നു. ഒടുവിൽ പുതിയ ശിഷ്യന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ നിന്നു. അവൾക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു നേരിയ ശബ്ദത്തിൽ അവർ സംസാരിച്ചു. പിന്നീട് ഗുരു പുറത്തേക്ക് പോയി. അവൻ നിശബ്ദമായ ബഹുമാനത്തോടെ ഗുരുവിനെ പിന്തുടർന്നു. അവർ ഒരുമിച്ച് മുറ്റത്തു നിന്ന് പുറത്തേക്കിറങ്ങി, ആരെയും ഒന്ന് നോക്കാതെ.
ഓരോ ശിഷ്യന്റെയും കൈകൾ സാവധാനത്തിലായി. അവരുടെ കണ്ണുകൾ അവരെ പിന്തുടർന്നു. ചിലർ വേഗത്തിൽ ആശയക്കുഴപ്പമുള്ള നോട്ടങ്ങൾ കൈമാറി. പക്ഷെ ആരും ജൈൻവറിനോടൊന്നും ചോദിച്ചില്ല. രേഖയുടെ ഹൃദയം ഒരു വിചിത്രമായ ചൂടോടെ മുറുകി. അവൾക്ക് അവളുടെ നിശബ്ദത കൂടുതൽ നേരം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൾ സുധാർവിക്കിന്റെ നേർക്ക് തിരിഞ്ഞു. ആരാണവൻ? അവൾ പതിയെ എന്നാൽ മൂർച്ചയോടെ ചോദിച്ചു. എന്തിനാണ് ഗുരു അവനെ കൊണ്ടുപോയത്? സുധാർവിക്ക് അത്ഭുതപ്പെട്ടു. എനിക്കധികം അറിയില്ല, അവൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഗുരു എന്നോട് ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് അതിഥിമുറികളിലൊന്ന് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. അവന്റെ പേര് താരിൻ എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്രമാത്രേ എനിക്കറിയൂ. സുധാർവിക്ക് നിസ്സഹായമായി തോളുകൾ കുലുക്കി. എന്നിട്ട് അവന്റെ ജോലിയിലേക്ക് വീണ്ടും കണ്ണുകൾ താഴ്ത്തി. രേഖ നിശ്ചലമായി നിന്നു. പ്രധാനപ്പെട്ട വ്യക്തിയോ? വാക്കുകൾ ഒരു കനത്ത കല്ലുപോലെ അവളുടെ മനസ്സിലമർത്തി. അവൾ ഗുരുവും അപരിചിതനും അപ്രത്യക്ഷമായ ഇടനാഴിയിലേക്ക് തിരിഞ്ഞു നോക്കി. എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട വ്യക്തി ശിഷ്യന്മാർക്കൊപ്പം ഔഷധങ്ങൾ ചതച്ചിരുന്നത്? എന്തുകൊണ്ടാണ് അവനൊരു അതിഥിമുറി നൽകിയത്? അവനൊരു ഗുരുവാകാനോ പണ്ഡിതനാകാനോ ഉള്ള പ്രായമില്ല. വളരെ ചെറുപ്പമായിരുന്നു. അവളുടെ ഹൃദയം ചോദ്യങ്ങളാൽ അസ്വസ്ഥമായി. പക്ഷെ ഉത്തരങ്ങൾ വന്നില്ല. ആ അപരിചിതത്വം അവളെ അഗാധമായി അസ്വസ്ഥയാക്കി. രാത്രിയായി. ശിഷ്യന്മാർ ഭക്ഷണശാലയിൽ ഒത്തുകൂടി. എപ്പോഴും എന്ന പോലെ പായകളുടെ നിരകൾ നിറഞ്ഞിരുന്നു. ചൂടുള്ള വറുത്ത ഉരുളക്കിഴങ്ങിന്റെ ഗന്ധം വായുവിൽ നിറഞ്ഞു. രേഖ മറ്റുള്ളവർക്കിടയിൽ അവളുടെ സ്ഥാനം പിടിച്ചു. അവളുടെ കൈകൾ മടിയിൽ മടക്കി വച്ചു. അവളുടെ മനസ്സിപ്പോഴും ചോദ്യങ്ങളിലായിരുന്നു. അപ്പോഴാണ് അവൾ ശ്വാസം നിലച്ച ഒരു കാഴ്ച കണ്ടത്. ഉയർത്തിയ തട്ടിൽ ജൈൻവറിനരികിലായി ആ അപരിചിതനിരിക്കുന്നു. ശിഷ്യന്മാർ അവരുടെ തല താഴ്ത്തിയിരുന്നു. അവരുടെ കണ്ണുകൾ ആശയക്കുഴപ്പത്തോടെ തട്ടിലേക്ക് മിന്നി. അയാളെക്കുറിച്ച് ഗുരു ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. രേഖയുടെ നെഞ്ച് നിരാശയിൽ കത്തി. അവളുടെ കൈകൾ പാത്രത്തിലേക്ക് നീങ്ങി. പക്ഷെ അവൾക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയാൻ കഴിഞ്ഞില്ല. ദേഷ്യം ജിജ്ഞാസയുമായി കലർന്നു. എന്തുകൊണ്ടാണ് ഗുരു ആരോടും ഒന്നും പറയാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവരെയും കുട്ടികളെപ്പോലെ ഊഹിക്കാൻ വിട്ടത്? അവളുടെ കൈ പാത്രത്തിൽ വേഗത്തിൽ ഉരസി. അവളുടെ താടിയെല്ല് മുറുകി. അവൾ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. അവൾ ഒരു നേരിയ തലയാട്ടലോടെ ക്ഷമ ചോദിച്ച് ഇടനാഴിയിലേക്ക് വഴുതിമാറി. രാത്രി ശാന്തമായിരുന്നു. അകലെ പ്രാണികളുടെ ചിറകടിയുടെ ശബ്ദം മാത്രം കേട്ടു. കഴുക്കോലുകളിൽ നിന്ന് തൂങ്ങിക്കിടന്നിരുന്ന ഏതാനും വിളക്കുകൾ നേർത്ത നിഴലുകൾ വീഴ്ത്തി. രേഖ വേഗത്തിൽ നടന്നു. അവളുടെ ചുവടുകൾ കല്ലുപാകിയ ഇടനാഴിയിൽ പതിയെ പ്രതിധ്വനിച്ചു. അവളുടെ ഹൃദയം വാരിയെല്ലുകളിൽ ഇടിച്ചു. അവളുടെ ഉള്ളിൽ പരിഭ്രാന്തിയും അതേസമയം ഒരു ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അവൾക്കറിയാമായിരുന്നു. അതിഥിമുറികളെല്ലാം പൂട്ടിയിട്ടിരുന്നു. അതിലൊരെണ്ണത്തിന്റെ വാതിൽ മാത്രം ചാരിയിരുന്നു. അത് അവന്റേതാണെന്ന് ഊഹിച്ച് അവൾ അതിന്റെ മുന്നിൽ നിന്നു. അവളുടെ ശ്വാസം കിതച്ചു. അവൾ ഒരു നിമിഷം മടിച്ചു. പിന്നെ പതിയെ വാതിൽ തള്ളി തുറന്നു. മുറിയിൽ ഇരുട്ടു നിറഞ്ഞിരുന്നു. പക്ഷെ ഉണങ്ങിയ ഔഷധങ്ങളുടെ നേർത്ത ഗന്ധം അവളുടെ മൂക്കിലെത്തി. അവൾ വേഗത്തിൽ വിളക്ക് കത്തിച്ചു. ജ്വാല വിറച്ചു. അവൾക്ക് അനുഭവപ്പെട്ട പരിഭ്രാന്തി പങ്കുവെക്കുന്നത് പോലെ ചെറിയ മുറി മിന്നുന്ന വെളിച്ചത്തിൽ സജീവമായി. അവളുടെ കണ്ണുകൾ മുറിയിൽ പരതി. അത് ലളിതമായിരുന്നു. മൂലയിൽ 2 തുണിസഞ്ചികൾ മാത്രം. അവളുടെ കണ്ണുകൾ സഞ്ചികളിലേക്ക് പാഞ്ഞു. അവൾ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തി. ഒരു സഞ്ചിയിൽ മടക്കി വെച്ച വസ്ത്രങ്ങളുണ്ടായിരുന്നു. മറ്റേത് ഭാരമുള്ളതായിരുന്നു. അവൾ ശ്രദ്ധാപൂർവം അതഴിച്ചു. അവളുടെ കൈകൾ ഏതാനും കടലാസുകെട്ടുകളിൽ തടഞ്ഞു. അവ ശബ്ദമുണ്ടാക്കി. അവൾ അവ പുറത്തേക്ക് വലിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. വിചിത്രമായ ചെടികളുടെ ചിത്രങ്ങൾ, വിശദമായവ, കൃത്യമായ വരകളോടെ. അവയെല്ലാം അവൾക്ക് അപരിചിതമായിരുന്നു. പക്ഷെ അവയുടെ രൂപങ്ങൾ ശ്രദ്ധയോടെ വരച്ചതായിരുന്നു. അപരിചിതമായ ചിഹ്നങ്ങളുള്ള കുറിപ്പുകൾ അരികുകളിൽ നിറഞ്ഞിരുന്നു. അവൾ നോക്കി നിന്നു. കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും അവൾക്ക് മനസ്സിലായില്ല. ഒരു വിചിത്രമായ അസ്വസ്ഥത അവളിൽ പടർന്നു. ആരാണ് ഈ താരിൻ? അവളുടെ കൈകൾ കടലാസുകൾ കൂടുതൽ മുറുകെ പിടിച്ചു. അവൾക്ക് കൂടുതൽ വായിക്കാൻ, ഉത്തരങ്ങൾക്കായി തിരയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ ഒരു ശബ്ദം കേട്ടു. ഇടനാഴിയിൽ ഒരു കാൽപ്പെരുമാറ്റം. ഒരു വെളിച്ചം വാതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് വന്നു. രേഖയുടെ ഹൃദയം തൊണ്ടയിലേക്ക് കയറി. അവൾ തിടുക്കത്തിൽ കടലാസുകൾ താഴെയിട്ടു. ചിലത് തറയിൽ വീണു. ചിത്രങ്ങൾ ചിതറി. കാൽപ്പെരുമാറ്റം അടുത്തു വന്നപ്പോൾ അവളുടെ ശ്വാസം നിന്നുപോയി. ഒന്നും ചിന്തിക്കാതെ അവൾ വാതിലിലേക്ക് പാഞ്ഞു. ഇടനാഴിയുടെ നിഴലിലേക്ക് വഴുതിമാറി. അവൾ ഇരുട്ടിലേക്ക് ഓടി. അവളുടെ പിന്നിൽ ഒരു ഞെട്ടിയ ശബ്ദം വന്നു. ആരാണത്?
അവൾ ഇടനാഴിക്കപ്പുറം ഒരു ഭിത്തിയുടെ പിന്നിൽ ഒളിച്ചു. അവളുടെ രക്തം തണുത്തുറഞ്ഞിരുന്നു. അവൾ ശ്വാസം അടക്കിപ്പിടിച്ചു. അവൾ അനങ്ങാൻ ധൈര്യപ്പെട്ടില്ല. അവൾ കണ്ണുകൾ അടച്ചു കാത്തിരുന്നു. അവളുടെ ശരീരം മുഴുവൻ നിശബ്ദതയിൽ വിറച്ചു.